ഇത് ഞങ്ങൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൂടായിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാൻ. 7 മണിക്ക് വെള്ളം റെഡിയാവും. അപ്പോൾ വെള്ളമെല്ലാം റെഡിയായി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അളിയൻ മാനു ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെയിൽ കൊള്ളാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. വെയിൽ തട്ടിയപ്പോൾ നല്ലൊരു സുഖം. ഇതിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ പണ്ട് നീലഗിരി മമ്മൂട്ടി സിനിമ കണ്ട ആ ഓർമ്മ വരുന്നു. പിന്നെ ജഗദീശിൻ്റെ ആ പാട്ട്. അങ്ങനെ വെയിലെല്ലാം കൊണ്ട് കുറച്ച് കഴിഞ്ഞ ശേഷം റൂമിലേക്ക് തന്നെ വന്നു. ഇവരെല്ലാം ഇവിടെയുണ്ട്. ഉമ്മ, അനിയൻ, മകൾ. അപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം കൊടൈക്കനാലിലെ 2ാം ദിവസത്തെ വ്യൂസ് കാണാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇന്നലത്തെ ബിരിയാണി ചെമ്പുമായിട്ട് അനിയൻ ഇറങ്ങുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഉച്ചയ്ക്ക് വഴിയിൽ വെച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പാർട്ട് 2 കണ്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്ത് കൊടൈക്കനാലിലെ സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അടുത്ത ലൊക്കേഷനിലേക്കാണ്. പോകുന്ന വഴി എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം ചെയ്യുന്നു എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള വ്യൂ കേട്ടോ. നല്ല പൂക്കളും നല്ല ഹരിത മനോഹരമായിട്ടുള്ള, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കൊടൈക്കനാലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വാവ്, നല്ല കാറ്റ്, നല്ല വ്യൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ വണ്ടി നിർത്തണമെന്നൊരു ആഗ്രഹം. ഞങ്ങൾ നോക്കട്ടെ, നിർത്താൻ പറ്റിയ ലൊക്കേഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ കുറച്ച് കുട്ടികളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇവിടെ നിർത്താനുള്ള പ്ലാനിങ്ങിലാണ്. അതെ, ഞങ്ങളിവിടെ നിർത്തിയപാടെ ഇറങ്ങുന്നത് ഇവരുടെ മുന്നിലേക്കാണ്. 2 കുരങ്ങൻ കുട്ടികൾ. ഇത് അവിടുന്ന് ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോസെല്ലാം എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അവിടെ എന്താണെന്ന് നോക്കാം. അടുത്ത സ്ഥലം എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ എന്താണെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്.
അധിക പേരും 98% പേരും ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വ്യൂ പോയിന്റ്. അടിപൊളി വ്യൂ കേട്ടോ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിരിക്കുകയാണ്. അളിയൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഭയങ്കര കെയറിങ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും കയറിയോ ഇറങ്ങിയോ എല്ലാവരും ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പം ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് നടന്ന് അടുക്കുകയാണ്, എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓണമായതിനാൽ സ്കൂളെല്ലാം അവധിയാണ്, അതുകൊണ്ട് നല്ല തിരക്കാട്ടോ. കൊടൈക്കനാലിലെ എല്ലാ ലൊക്കേഷനിലും നല്ല തിരക്കാണ്, നല്ല ജനങ്ങളുണ്ട്. ഇതാ ഇവരെല്ലാവരും സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. ഇതിന് മേലെ കയറി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ കേട്ടോ. തീർച്ചയായും പോയി കാണേണ്ട സ്ഥലം തന്നെയാണ്. സ്റ്റെപ്പ് കയറി മേലെ എത്തിയപ്പോൾ അവിടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ല, കാണാനുള്ള സ്പേസും ഇല്ല. അത്രത്തോളം തിരക്കായിരുന്നു. ജനങ്ങൾ കാരണം ഒന്നും കാണാൻ പറ്റില്ല. ചെറുതായിട്ടൊക്കെ കണ്ടു, പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. ഇത് മേലിൽ നിന്നും സാധാ നമ്മുടെ കയറി വരുന്ന സ്ഥലത്തേക്കുള്ള വ്യൂ കേട്ടോ. വ്യൂ പോയിന്റിലേക്ക് ക്യാമറ എടുക്കാൻ കഴിയുന്നില്ല, അവിടെ ജനങ്ങൾ കൂടിയിരിക്കുകയാണ്, സെൽഫി എടുക്കുകയാണ്, ഫോട്ടോ എടുക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ നിന്ന് നോക്കിയാലാണ് വ്യൂ പോയിന്റ് കേട്ടോ. ആ കാണുന്നതാണ് വ്യൂ പോയിന്റ്. കണ്ടോ, അടിപൊളി വ്യൂ അല്ലേ, മഞ്ഞ് പോലെ കാണുന്നില്ലേ, അവിടെ ഒരു കുണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് ജനങ്ങൾ കയറി വരുന്ന നമ്മുടെ റോഡാണ് കാണിച്ചത് കേട്ടോ. ഇത് ആണ് ഒറിജിനൽ വ്യൂ പോയിന്റ്. കണ്ടോ, തിരക്കണ്ടില്ലേ, ഭയങ്കരമായ ജനങ്ങളാണ്.
ഇതാണ് ഷിനുവും അനുവും. ഇവർ എന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്യുകയാണ്. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. കുട്ടികൾ വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത പാർട്ട് ഉടനെ വരുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം ഇനി അടുത്ത എപ്പിസോഡ് പൈൻ ഫോറസ്റ്റിലെ ഞങ്ങളുടെ കളി രസങ്ങളും അവിടുത്തെ വികൃതികളുമായിട്ട് അടുത്ത എപ്പിസോഡ് ഉടനെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതിനകത്തുള്ള സംഭവങ്ങളും കളിച്ചിരിയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഇതാണ് പൈൻ ഫോറസ്റ്റ്. ഓക്കെ, അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.